നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിന് പകരം നിങ്ങൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും ക്രീമായിട്ടുള്ള MBBS കോഴ്സാണ് പഠിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. +2 എല്ലാ വിഷയത്തിലും A+ വാങ്ങിയ, അതുപോലെ തന്നെ നീറ്റ് എക്സാമിന് വേണ്ടി 2-3 വർഷം പഠിച്ച വിദ്യാർത്ഥികൾക്കാണ് MBBS അഡ്മിഷൻ കിട്ടുന്നത്. +1 നീറ്റ് തയ്യാറെടുക്കും, +2 തയ്യാറെടുക്കും, പിന്നീട് റിപ്പീറ്റ് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും. ഇനി അഡ്മിഷൻ കിട്ടിയെന്ന് വിചാരിക്കുക, സർക്കാർ മെഡിക്കൽ കോളേജിൽ കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ വേണ്ടി പറ്റും. സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പഠിക്കണമെങ്കിൽ, കോഴ്സ് കഴിയണമെങ്കിൽ 50 ലക്ഷം രൂപ നിങ്ങൾ മുടക്കണം. ഒരു മെഡിക്കൽ വിദ്യാർത്ഥി, ഏറ്റവും സ്റ്റുഡിയസ് ആയി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എവരുടെയും ഡ്രോപ്പ് ഇല്ലാതെ 14 വർഷം പഠിച്ചാലാണ് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിഗ്രി ഉള്ളൊരു ഡോക്ടറായി പുറത്തേക്ക് വരുന്നത്. സാധാരണ MBBS ഡോക്ടർമാരിന്ന് നമ്മളാരും ഡോക്ടറായിട്ട് അംഗീകരിക്കാറില്ല. കാരണം നമുക്ക് പനി വന്നാൽ പോലും നമ്മളൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിഗ്രി ഉള്ള അല്ലെങ്കിൽ PG ഉള്ള ഡോക്ടർമാരെയാണ് നമ്മളെല്ലാവരും കാണാൻ വേണ്ടി പോകുന്നത്. 14 വർഷം പഠിച്ചു കഴിഞ്ഞ ഒരു ഡോക്ടറായി സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിഗ്രി വാങ്ങി പുറത്തു വരുമ്പോൾ അവർക്ക് കിട്ടാൻ പോകുന്ന ശമ്പളം 1.5 ലക്ഷം രൂപ മാത്രമാണ്. അവരുടെ ജീവിതത്തിൽ 34 വയസ്സ് പ്രായം അവർ പിന്നിട്ടുണ്ടാവും ഈ കാര്യം നടക്കുമ്പോഴേക്കും. അപ്പോഴേക്കും 55% മാർക്ക് വാങ്ങി ഹൗസ് ബിൽഡിങ്ങിന് വേണ്ടി ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനി പോയ വിദ്യാർത്ഥി ഈ കാലയളവിനുള്ളിൽ 3 വർഷത്തെ പഠന സമയത്ത് 54 ലക്ഷം രൂപ സ്റ്റൈപ്പൻഡും, പിന്നീട് ഈ പ്രായമാവുമ്പോഴേക്കും ഏറ്റവും ചുരുങ്ങിയത് 10 വർഷം ജോലി ചെയ്യുമ്പോൾ ഒരു മാസം 5 ലക്ഷം രൂപ കണക്കിൽ 1 വർഷം 60 ലക്ഷം രൂപയും, 10 വർഷം ജോലി ചെയ്യുമ്പോൾ 6 കോടി രൂപയും സമ്പാദിച്ചിട്ടുണ്ടാവും. അതായത് നമ്മുടെ കേവലം മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥി 6 കോടി 54 ലക്ഷം രൂപ സമ്പാദിച്ച് ജർമ്മനി എന്ന് പറയുന്ന വികസിത രാജ്യത്തെ PR-ഉം സിറ്റിസൺഷിപ്പും വാങ്ങി ആ രാജ്യത്തെ ഏറ്റവും സുഖകരമായി ജീവിക്കുമ്പോഴാണ് ഡോക്ടർ ഏറ്റവും വലിയ പഠനം കഴിഞ്ഞ് 1.5 ലക്ഷം രൂപ സമ്പാദിക്കാനുള്ള കഴിവുമായി പുറത്തേക്ക് വരുന്നത്. ഏത് പ്രോഗ്രാമാണ് നിങ്ങളുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യുന്നത്? ഞാൻ നിങ്ങളോട് പറയുന്നു, ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിനേക്കാളും നിങ്ങളുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യുന്ന മറ്റൊരു പ്രോഗ്രാം ഇല്ല.